ഹായ്. സൺഡേ എൻ്റെ ഫ്രണ്ടിൻ്റെ വെഡ്ഡിങ് ആയിരുന്നു. അന്നേ ദിവസത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി അന്നത്തെ മോർണിംഗ് റൂട്ടീനും കാര്യങ്ങളും അതുപോലെ തന്നെ വെഡ്ഡിങ്ങിന് പോയപ്പോൾ ഉണ്ടായ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയൊരു വ്ളോഗാണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഫസ്റ്റായിട്ട് അപ്ലോഡ് ചെയ്യുന്ന ഒരു ലോങ് വീഡിയോ കൂടിയാണ്. എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടോ. അന്ന് രാവിലെ നേരത്തെ പണിയും കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞപ്പോൾക്ക് ഇസു എണീറ്റിരുന്നു. അവൻ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് അവന് ഫോൺ വേണം വീഡിയോ എടുക്കാനും, അതുപോലെ ഞാൻ തലേ ദിവസം വോയിസ് ഓവർ കൊടുക്കുന്ന കണ്ടിട്ട് അതേപോലെ അവനും വോയിസ് ഓവർ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് വാശി ഇടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ബ്രഷ് ചെയ്യാൻ നിന്നു. ഫസ്റ്റ് അവനെ ഒറ്റയ്ക്ക് ബ്രഷ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കയ്യിലൊരു കുഞ്ഞു ബ്രഷ് ഉണ്ട്, കയ്യിലിട്ട് ചെറിയ കുട്ടിയൊക്കെ ചെയ്ത് കൊടുക്കുന്നത്, അതുകൊണ്ട് ഞാനും അവന് ബ്രഷ് ചെയ്ത് കൊടുക്കാറാണ്. ഇനിയിപ്പോൾ ഇതാ ഫുഡ് കഴിക്കലാണ്. ചപ്പാത്തിയും കടലക്കറിയൊക്കെ ആയിരുന്നു. ആദ്യം ഞാൻ അവന് കൊടുത്തിട്ട് അവനൊറ്റക്ക് കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് അവനൊറ്റക്ക് കഴിക്കുമായിരുന്നു. പകുതിക്ക് അവനൊറ്റക്ക് കഴിച്ചതുള്ളൂ, ബാക്കി ഞാൻ എന്നെ കൊടുക്കുമായിരുന്നു. പിന്നെ പാപ്പി പുറത്ത് പോകാമെന്ന് പറഞ്ഞപ്പോൾ അവനും പാപ്പിൻ്റെ കൂടെ പുറത്ത് പോവുകയായിരുന്നു. അവർ വന്നപ്പോഴൊക്കെ എനിക്ക് ബാക്കി പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ കഴിച്ചു. ഇനിയിപ്പോൾ അതാ ഇസുവിനെ വേഗം കുളിപ്പിക്കാൻ കൊണ്ടുപോകലായിരുന്നു. അവന് കുളിക്കാൻ പോരുമ്പോൾ കുറേ ടോയ്സും കാര്യങ്ങളും ചെറിയ ചെറിയ വണ്ടിയൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്തിട്ട് അതിൻ്റെ പാർട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ കൊണ്ടുപോകുന്ന വെള്ളത്തിലൊക്കെ ഇട്ട് കളിച്ചിട്ട് ആക്കും പോലെ കുളിയും കാര്യങ്ങളൊക്കെ കഴിയുള്ളൂ. അവൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗം അവൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു. ഒരു 10:30 ആയപ്പോൾക്ക് എൻ്റെ ഫ്രണ്ട് യുബിഷ വീട്ടിലേക്ക് വന്നിരുന്നു. അവൾ വന്നതിന് ശേഷം എൻ്റെ മാറ്റലൊക്കെ കഴിഞ്ഞിട്ട് കാക്കു ഇനിയും ഇസുനും അവളെയൊക്കെ ഓഡിറ്റോറിയത്തേക്ക് ആക്കി തന്നു. അവിടെ എത്തിയിട്ട് ബ്രൈഡിനെയൊക്കെ കണ്ട് ഞങ്ങൾ സംസാരിച്ച് അവിടെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബാക്കി ഫ്രണ്ട്സും കാര്യങ്ങളൊന്നും വന്നില്ലായിരുന്നു. അവരൊക്കെ കുറച്ച് ടൈം കഴിഞ്ഞിട്ടാണ് എത്തിയത്. അവരൊക്കെ വന്നിട്ട് സ്റ്റേജിൻ്റെ അവിടെ ഇരുന്ന് ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് കുറേ ടൈം ഇരുന്നു. പിന്നെ ബ്രൈഡിനെ സ്റ്റേജുമ്മ കയറ്റുന്ന പ്രോഗ്രാമും കാര്യങ്ങളും അങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഫുഡ് കഴിക്കാൻ പോയി. ബിരിയാണിയും മന്തിയും ചിക്കൻ ഫ്രൈ അങ്ങനെ കുറേ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ മന്തിയും ചിക്കൻ ഫ്രൈയും മാത്രമേ കഴിച്ചതുള്ളൂ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ സ്റ്റേജിൻ്റെ അങ്ങോട്ട് തന്നെ ചെന്നു. ഞങ്ങൾ ബ്രൈഡിൻ്റെ കൂടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊന്നും എടുത്തില്ലായിരുന്നു. അതുവരെ ഇസുവിന് വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഫോട്ടോ എടുക്കാൻ വേണ്ടി സ്റ്റേജിൽ കയറാൻ നിന്നപ്പോൾ അവൻ്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. അവന് ഒരുപാട് വാശിയൊക്കെ കാണിക്കാൻ തുടങ്ങി. അവന് ഫോട്ടോ എടുക്കാനൊന്നും സമ്മതിച്ചില്ല. ബാക്കിയുള്ളവരൊക്കെ സ്റ്റേജിൽ കയറി ഫോട്ടോ ഒക്കെ എടുത്തു, ഞാൻ എടുത്തതൊന്നുമില്ല. പിന്നെ അവനോട് മിണ്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുകയായിരുന്നു. പിന്നെ കുറേ പറഞ്ഞ് ശരിയാക്കിയതിന് ശേഷമാണ് അവനൊന്ന് പുറത്ത് പോകുന്നത്. അവിടെ പിന്നെ മിഠായിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് കൊണ്ടുപോവുമായിരുന്നു. അവിടെ നിന്ന് ഒരു മിഠായിയൊക്കെ കിട്ടിയതിന് ശേഷം അവന് പിന്നെ ഓക്കെ ആയി. ഞങ്ങൾ ബാക്കി ഫ്രണ്ട്സ് ആളെ അടുത്തേക്ക് പോവുമായിരുന്നു. അവർ ഫോട്ടോസും കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് എടുക്കുമായിരുന്നു. അവരെ കൂടെ നിന്ന് ഞാനും ഫോട്ടോ എടുക്കാൻ തുടങ്ങിയ അവനായി ചെന്ന് അവൻ്റെ പയ്യ സ്വഭാവം തുടങ്ങും, അവന് വാശിയും കാര്യങ്ങളൊക്കെ തുടങ്ങും. അതിൻ്റെ ഇടയിൽ കുറച്ചൊന്ന് ഫ്രീ ആയപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ പെട്ടെന്ന് പോരുമായിരുന്നു. ഞാൻ ഇസും യുബിഷയൊക്കെ കാക്കുവിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാക്കു വരുന്ന കാണില്ലായിരുന്നു. അപ്പോഴൊക്കെ അവന് ഓക്കെ ആയിരുന്നു. എന്നാൽ യുബിഷ കുറച്ച് ഫോട്ടോസൊക്കെ അവൻ്റെ കൂടെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് തന്നെ പോവേനി. പിന്നെ അവനും യുബിഷയൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഞാനും അവനും യുബിഷയൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ നിന്നപ്പോഴൊക്കെ കാക്കു വന്നിനി. കാക്കു വന്നപ്പോൾ പിന്നെ ഞങ്ങൾ ഫോട്ടോസൊന്നും എടുത്തില്ല, ഞങ്ങൾ കാക്കുവിൻ്റെ കൂടെ പോരുമായിരുന്നു. അവന് എവിടെ പരിപാടിക്ക് പോയാലും കുറേ ആൾക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ അവന് ഇടയ്ക്കൊരു ചെറിയ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഉച്ചയായ അവന് ഉറക്കം വരും. അവന് ഉറക്കം വരുന്ന ടൈമായാലും അവനെന്നും പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. അവരൊക്കെ പോയതിന് ശേഷം അവന് ഓക്കെ ആയിരുന്നു, അവന് പ്രശ്നമൊന്നുമില്ല. ആരും ഇല്ലെങ്കിൽ അവനൊരു പ്രശ്നവും ഉണ്ടാവില്ല. പിന്നെ വീട്ടിലേക്ക് എത്തിയിട്ട് പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറ്റി അവനെ ഉറക്കാമെന്ന് വിചാരിച്ചു. അവന് ഉറങ്ങാനൊന്നും നിൽക്കില്ലായിരുന്നു, കളിച്ചുകൊണ്ട് അങ്ങനെ നടക്കിയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞാനും യുബിഷയും കുറേ ടൈം സംസാരിച്ചുകൊണ്ടിരുന്നു. കുറേ ആയിരുന്നു ഞങ്ങൾ കണ്ടിട്ട്. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഇപ്പോൾ അവൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റി കൊടുത്തു. അതിനുശേഷം അവനിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു യുബിഷൻ്റെ കൂടെ. അവന് കുറേ കാർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ മീഷോന്ന് മേടിച്ചതായിരുന്നു. കുറേ വെജിറ്റബിൾ ഫ്രൂട്ട്സ് പിന്നെ ആക്ഷൻസും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉള്ള കുറേ കാർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ആയിട്ട് അവൻ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
ഒരു 4:30 ആയപ്പോഴൊക്കെ യുബിഷ പോയി. ഞാൻ ഇസും കൂടി അവളെ ബസ്സൊക്കെ കയറ്റി കൊടുത്തു. അവൾ പോയതിന് ശേഷം അവന് ഫുഡൊക്കെ കൊടുത്തിട്ട് അവനെ ഉറക്കുകയായിരുന്നു. പിന്നെ ഒരു 8 മണിക്ക് കഴിഞ്ഞിട്ട് അവൻ ഉണരുന്നില്ലായിരുന്നു. പിന്നെ കുറേ വിളിച്ചതിന് ശേഷം അവൻ ഉണരുന്നത്. ഞങ്ങൾ പിന്നെ താത്താൻ്റെ വീട്ടിൽ പോയി. അവിടെ എത്തിയപ്പോൾ ഒരു 9 മണി കഴിഞ്ഞിരുന്നു. പിന്നെ അവിടെ കുട്ടികളെ കൂടെ അവൻ കളിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു. ഒരു 10 മണി വരെ അവിടെ കളിച്ചുകൊണ്ടിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പോരാൻ നേരത്തെ കുട്ടികളോട് ടോയ്സും കാര്യങ്ങളൊക്കെ എടുത്തേക്കാൻ പറഞ്ഞപ്പോൾ അവരതൊക്കെ എടുത്തേക്കിൻ്റെ വാശിയും കാര്യങ്ങളൊക്കെയാണ് അവനപ്പോഴും പോരാനൊന്നും ആയിട്ടില്ലായിരുന്നു. പിന്നെ അവന് കുറേ വാശിയൊക്കെ പിടിച്ച് കരഞ്ഞപ്പോൾ അവിടുന്ന് കുറച്ച് ടോയ്സും കാര്യങ്ങളൊക്കെ അവിടുന്ന് താത്തയും കുട്ടികളൊക്കെ കൊടുത്തപ്പോൾ അവൻ ഓക്കെ ആയിരുന്നു. അതൊക്കെ കൊണ്ട് ഞങ്ങൾ പോന്നു. അന്നേ ദിവസം പിന്നെ ഞാൻ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിയില്ല. അവൻ കുറേ ടൈം കഴിഞ്ഞതിന് ശേഷം ഇറങ്ങിയതൊക്കെ. നമ്മുടെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ.